ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെഡിക്യൂറാണ്. എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് പെഡിക്യൂർ ചെയ്യാം. അതിനായി ആദ്യം ഒരു വീതിയുള്ള പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക. അതിൽ കുറച്ച് പേസ്റ്റ്, സ്വല്പം ഷാമ്പു, സ്വല്പം ഉപ്പ് എന്നിവയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലുകൾ അതിൽ മുക്കി വെക്കുക. ഒരു 15 to 20 മിനിറ്റെങ്കിലും മുക്കി വെക്കണം. എങ്കിലേ നമ്മുടെ കാലിലെ ഉപ്പൂറ്റിയുടെ കട്ടിയുള്ള ഭാഗത്തെ അഴുക്കിളകി വരികയുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ച് കഴുകുക. നമ്മൾ കഴിവതും മാസത്തിൽ 2 പ്രാവശ്യം ഈ ഒരു പെഡിക്യൂർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ കാലിലെ ടാനൊക്കെ പോയിട്ട് നല്ലതായിട്ട് നമ്മുടെ കാല് ഇരിക്കത്തുള്ളൂ. ഞാൻ കഴിവതും മാസത്തിൽ 2 പ്രാവശ്യം പെഡിക്യൂർ ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതിയാകും. അല്ലാതെ നമുക്ക് പുറത്തുനിന്നുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പെഡിക്യൂർ ചെയ്യുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമയും പിന്നെ ഇത് ചെയ്യുന്നതിനുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം ഈ ബ്രഷ് വെച്ചിട്ട് നല്ലതായിട്ട് കാലൊരച്ച് കഴുകിയതിന് ശേഷം ഒരു നെയിൽ കട്ടർ വെച്ചിട്ട് നമ്മുടെ കാലിലെ നെയിൽസ് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നോർമലി ഞാൻ ഈ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിലെ നെയിൽ പോളിഷ് ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഞാനിത് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോളിഷ് ഞാൻ ഇട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയിൽ തന്നെ ഇരിപ്പുള്ളത് കൊണ്ട് എനിക്ക് ആ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പോളിഷ് ഇളക്കാതെ തന്നെ നെയിൽ കട്ട് ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ നെയിലിൻ്റെ 2 സൈഡിലത്തെ അഴുക്കുകൾ നല്ലതായിട്ട് തേച്ച് കഴുകിക്കളയണം. കാരണം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മുടെ നെയിലിൻ്റെ 2 സൈഡിലും നല്ല കുതിർന്നിരിക്കും. അപ്പോൾ ആ അഴുക്കുകൾ പുറത്ത് വരാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് വേറെ നല്ല വെള്ളത്തിൽ നമ്മുടെ കാലുകൾ നല്ല വൃത്തിയിൽ നമ്മൾ കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അതിനായി ആദ്യം ഒരു പാത്രത്തിൽ കോഫി പൗഡർ എടുക്കണം. ഞാൻ ബ്ലാക്ക് കോഫി പൗഡറാണ് എടുത്തത്. നിങ്ങൾക്ക് നെസ്കഫയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം അതിലേക്ക് അലോവേര ജെല്ല് കുറച്ച് ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കണം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്തോ. വീട്ടിൽ തന്നെയുള്ള ഓർഗാനിക് എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ നമ്മുടെ കാലിൽ തേച്ച് പിടിപ്പിക്കണം. ആദ്യം നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കാലിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുക്കുക. ആ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടിട്ട് നമ്മുടെ കാലിൽ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഞാനിതിന് മുന്നേ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേയൊക്കെ നാരങ്ങയുടെ തൊലി വെച്ചിട്ടായിരുന്നു സ്ക്രബ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിനേക്കാളും കുറച്ചും കൂടെ നല്ലതും ഓറഞ്ചിൻ്റെ ആണെന്ന്. കാരണം ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഞാൻ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിന് നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് പിന്നെ ഞാൻ എപ്പോഴും ഫേസിലാണെങ്കിലും കാലിലാണെങ്കിലും സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഒരു ഒരു പൊടി പോലെ ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതിന്. അതിനുശേഷം നമ്മുടെ കാലുകൾ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്നത് ആ ക്രീം കാലിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.